ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാലോയിൽ നമുക്കിപ്പോ വന്നിട്ടുള്ള നമ്മളുടെ ലോഞ്ചസ് ആണ് നമുക്ക് കാണിക്കുന്നത്. നമുക്ക് 5 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്, 5 നിറങ്ങളിലുള്ള ലിപ്സ്റ്റിക്കുകളും അതുപോലെ 6 നിറങ്ങളിലുള്ള നെയിൽ പോളിഷുകളും ഒരു ഐലൈനറും ഒരു മസ്കാരയും ഒരു കാജലുമാണ് അറ്റ് പ്രസന്റ് ഇപ്പോൾ നമുക്ക് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ നെയിൽ പോളിഷ് നമ്മൾ പൊതുവെ എന്താ പറയാ മുസ്ലിംസ് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു നെയിൽ പോളിഷും ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യാറുണ്ട് ചില ആളുകൾ എന്നുള്ളത്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഈ ഒരു ഹാലോ ബ്രാൻഡ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാർട്ടി ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകളുമാണ് നമ്മളുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനി ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് ബ്യൂട്ടി. കോൺഷ്യസ് ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വീഗൻ ഫ്രീ ആയിട്ടുള്ള വീഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്നുള്ളത്. വീഗൻ എന്ന് വെച്ച് കഴിഞ്ഞാല് മൃഗങ്ങളുടെ ശരീരത്തിൽ പരീക്ഷണം നടത്താത്ത ഒരു മൃഗത്തെ പോലും എന്താ പറയാ നമ്മള് ഹാം ചെയ്യാണ്ട് എന്നൊക്കെ പറയില്ലേ, ഉപദ്രവിക്കാതെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. പല കമ്പനികളും അങ്ങനെ ചെയ്യാറുണ്ട്. അവരുടെ എന്താ പറയാ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് മൃഗങ്ങളുടെ മുകളിൽ അവരത് പരീക്ഷണം നടത്തിയിട്ട് മൃഗങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരുന്ന അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാത്ത ബ്രാൻഡുകളാണ് വീഗൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മളുടേത്. അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളർ വേരിയേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കളർ റേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇതെല്ലാം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ കെയർ, നമ്മളുടെ ഐ റേഞ്ചിൽ വരുന്ന കണ്ണിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഹാലോയുടെ ഐലൈനർ ആണ്. ഐലൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന് മുകളിൽ എഴുതുന്ന, കണ്ണിന്റെ മുകൾ ഭാഗങ്ങളിൽ എഴുതുന്ന കൺമഷിയാണ് നമ്മൾ ഐലൈനർ. കുറച്ചുകൂടി വെള്ളം പോലെ ഇരിക്കും കുറച്ച്. ഇനി അടുത്തതായിട്ട് കാജലാണ്. കാജല് നമുക്ക് വരുന്നത് കുറച്ചും കൂടെ കണ്ണിന്റെ അടിയിലും ഉൾഭാഗങ്ങളിലാണ് നമ്മൾ കാജല് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറ്. അപ്പൊ അത് നമുക്ക് റിട്രാക്റ്റബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിട്രാക്റ്റബിൾ ആയിട്ടുള്ള കാജലാണ് നമുക്ക് വരുന്നത്. അങ്ങനെയുള്ള കാജല് വളരെ നല്ലതാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം നമ്മൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഭാഗം മാത്രമാണ് അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് എന്താവുന്നുള്ളൂ, ബന്ധത്തിലാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്ടീരിയാസും അതുപോലെ തന്നെ അതിലെന്തെങ്കിലും പൊടികളൊക്കെ വരുന്ന അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ റിട്രാക്റ്റബിൾ കാജൽസ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് റേറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണാം. ഐലൈനറിന് നമുക്ക് 375 നമുക്ക് MRP വരുന്നത്. കാജലിന് നമുക്ക് 350 വരുന്നത്. ഇനി നമ്മൾ മസ്കാര നോക്കുകയാണെന്നുണ്ടെങ്കിൽ 475 വരുന്നത്. മസ്കാര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺപീലികൾക്ക് നീളം നൽകാനായിട്ടാണ് നമ്മൾ മസ്കാര ഉപയോഗിക്കുന്നത്. നമ്മുടെ കൺപീലി നമുക്ക് നീളം ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നുകൂടെ അതിന് നീളം നൽകാനും നല്ല കട്ടിയുള്ളതായിട്ട് തോന്നിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മസ്കാര ഉപയോഗിക്കുന്നത്. അത് ഈ 3 പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചാൽ തന്നെ നമ്മളുടെ കണ്ണിന് വളരെ മനോഹരമായിട്ട്, ഓൾറെഡി നമ്മുടെ കണ്ണിന് നല്ല മനോഹാരിത ഉണ്ടാവും, പക്ഷെ അതിനെ ഒന്നുകൂടി കൂട്ടാനായിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്ന റേഞ്ച് നമ്മളുടെ ലിപ്പ് റേഞ്ചിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു 5 ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 325 രൂപയാണ് നമ്മളുടെ MRP വരുന്നത്. അത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്നതിനുപരി എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്
ക്രം ലിപ്സ്റ്റിക് എന്നുള്ളത്. ക്രം ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രീം ഫോർമാറ്റിൽ വരുന്ന ലിപ്സിന് വളരെ മോയ്സ്ചറൈസിങ് നൽകുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കിനെയാണ് നമ്മൾ ക്രം ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുന്നത്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് നമുക്ക് മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക്സ്, മാറ്റ് ലിപ്സ്റ്റിക്സ്, ഗ്ലോസസ്, അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള ലിപ്സ്റ്റിക്സ് നമ്മൾക്ക് അവൈലബിൾ ആണ്. ഷെയ്ഡ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ കവറിങ്ങിൽ മുകളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് L1, L2, L3, L4, L5 എന്ന് പറഞ്ഞിട്ട് 5 ഷെയ്ഡ്സ് ആണ്. അതിൽ L1 വരുന്നതാണ് നമുക്ക് ബർഗണ്ടി ബേബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് കാരമൽ കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, കാരമൽ കാൻഡി. അതുപോലെ തേർഡ് ലിപ്സ്റ്റിക് കോറൽ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും, നാലാമത്തെ ലിപ്സ്റ്റിക് റേഡിയൻറ്റ് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡും, ലാസ്റ്റ് ലിപ്സ്റ്റിക് സ്പൈസി സിനമൺ എന്ന് പറയുന്ന ഷെയ്ഡുമാണ്. 4 ഗ്രാമാണ് നമുക്ക് ഒരു ലിപ്സ്റ്റിക് വരുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആണ്. അപ്പൊ അതാണ് നമ്മളുടെ ലിപ്സ്റ്റിക് റേഞ്ചസ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ നെയിൽ പോളിഷ്, നെയിൽ റേഞ്ചസിൽ വരുന്ന നമുക്ക് 6 ഷെയ്ഡ്സ് ആണ് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മളുടെ മജന്ത ഷെയ്ഡിൽ വരുന്ന മജന്ത മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള നെയിൽ പോളിഷ് ആണ്. 200 രൂപയാണ് നമ്മളുടെ നെയിൽ പോളിഷിന് പ്രൈസ് വരുന്നത്. 10 ml ആണ് ഒരു ബോട്ടിൽ വരുന്നത്. ഓക്കെ. സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് മിസ്റ്റിക് മെറൂൺ, തേർഡ് ഷെയ്ഡ് ഓഷ്യൻ ബ്ലൂ, ഫോർത്ത് ഷെയ്ഡ് പിങ്ക് പോപ്പ്, അതുപോലെ ഫിഫ്ത്ത് ഷെയ്ഡ് ഗോൾഡൻ റഷ്, ലാസ്റ്റ് ഷെയ്ഡ് റൂബി റെഡ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ റഷും അതുപോലെ തന്നെ മജന്ത മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും. ഒറ്റ കോട്ട് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല, ചില നെയിൽ പോളിഷിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലാണ് കറക്റ്റ് കളറ് കാണുള്ളൂ, അല്ലെങ്കിൽ അത്രയും പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഏകദേശം ഫസ്റ്റ് കോട്ടിൽ തന്നെ നമുക്ക് നല്ല കവറേജും നല്ല കളറും നമുക്ക് ഇന്റൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഐലൈനറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ബ്ലാക്ക് വെൽവെറ്റ് കളക്ഷനിലാണ് ഈ ഐലൈനർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല പ്രിസൈസ് ആയിട്ട് വളരെ ചെറിയ ബ്രഷാണ് നമുക്ക് ഈ ഒരു ഐലൈനറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് കണ്ണ് എഴുതാനായിട്ട് സാധിക്കും. ചെറിയ ടിപ്പുള്ള, അത് നമ്മൾ പലപ്പോഴും ഐലൈനർ മേടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ് മേടിക്കാറ്. അതിന്റെ ബ്രഷിന്റെ ടിപ്പ് വളരെ ചെറുതല്ലേ, നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്താ പറയാ അത് വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രിസൈസ് ഗ്ലൈഡിങ്ങിനും ഇന്റൻസ് ഫിനിഷിനും നമുക്ക് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രഷസും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പും നമ്മളുടെ കമ്പനിയുടെ മേക്കപ്പ് തന്നെയാണ്. ഞാൻ കണ്ണെഴുതിയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രിസൈസ് ഗ്ലൈഡിംഗ് ആണ്, ഇന്റൻസ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് റോസ് എക്സ്ട്രാക്ട് ആണ്. ഓക്കെ, റോസ് എക്സ്ട്രാക്ട് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് വളരെ ആയാസത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സ്മഡ്ജ് പ്രൂഫ് ആണ്, എന്ന് വെച്ചാൽ പരക്കില്ല. വാട്ടർ പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞു പോവില്ല. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറെ നേരം നമുക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനത് യൂസ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ ഓൾറെഡി ഹജറ മാഡം പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രൊഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യും, അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും നല്ലത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്തതിൽ എനിക്ക് പേഴ്സണലി നമ്മളുടെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ റേഞ്ചസിൽ വരുന്ന പ്രൊഡക്ട്സും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്കാര, അതും ബ്ലാക്ക് വെൽവെറ്റ് കളക്ഷനിലാണ് വരുന്നത്. കൺപീലുകൾക്ക് കൂടുതൽ വലുപ്പവും വീതിയും വെച്ചാൽ നല്ല കട്ടിയും തോന്നാനായിട്ടും കണ്ണിന്റെ ഈ പീലികൾക്ക് നല്ല കണ്ടീഷനിങ് കൊടുക്കാനായിട്ടും അത് വളരെയധികം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാല് നമ്മളെ കൺപീലിക്ക് ഒരു സംരക്ഷണം കൂടിയാണ് ഈ ഒരു മസ്കാര ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മളുടെ കൺപീലികൾക്കൊക്കെ ഒന്നുകൂടി നല്ല വളർച്ചയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു മസ്കാര സഹായിക്കും എന്നുള്ളതാണ്. ഇതിലും നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് തന്നെയാണ് നമ്മളുടെ റോസ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ലാഷസിനെ കണ്ടീഷൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു അപ്ലിഫ്റ്റിംഗ് നൽകാനും റിച്ച് ഡെപ്ത് നൽകാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതും സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ മസ്കാര അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് മസ്കാര കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട്. മസ്കാര ഈ പറഞ്ഞ പോലെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്തായാലും ഇൻഷാല്ല ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ മസ്കാരയെ കുറിച്ച് പറയാനായിട്ട്. ഇനി കാജലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡീപ്പ് ബ്ലാക്ക് ഡെഫിനിഷൻ കറക്റ്റ് ആണ്. വളരെ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനത്തെ ബ്ലാക്ക് ആണ്. എഫേർട്ട്ലെസ് ഗ്ലൈഡിങ് ആണ്. നമുക്ക് ഒറ്റ വരയിൽ തന്നെ നല്ല കറുത്ത നിറത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളൊരു കാജല് മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളതും അത് തന്നെയാണ്. ചില കാജല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2, 3, 4 പ്രാവശ്യം വരച്ചു കഴിഞ്ഞാലാണ് ആ കറുത്ത നിറം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റിൽ ആദ്യത്തെ ഒറ്റ സ്ട്രോക്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു കറക്റ്റ് ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാ. അതിലും നമുക്ക് റോസ് എക്സ്ട്രാക്ട് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ മൃദുലമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നമുക്കൊരു ബോൾഡ് ലുക്ക്, പല ലുക്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. നമ്മളെ കണ്ണിന്റെ വാട്ടർ ലൈനിൽ നമുക്ക് വരക്കാനും അതുപോലെ തന്നെ ലാഷ് ലൈൻ, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ഉള്ളിലും താഴെയും മുകളിലും നമ്മൾ വരയ്ക്കും ഈ ഒരു കാജൽ യൂസ് ചെയ്തിട്ട്. ഉൾഭാഗങ്ങളിൽ യൂസ് ചെയ്യണതാണ്. അപ്പൊ നമ്മളുടെ കണ്ണിന്റെ ഉൾവശത്ത് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ണിന് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ണുകൾക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മളുടെ കാജൽ. എനിക്ക് സാധാരണ ചില കാജൽസ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഇറിറ്റേഷൻ, ഒരു ചൊറിച്ചില് പോലെയൊക്കെ എനിക്ക് കണ്ണിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളുടെ കാജൽ, ഞാൻ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു കാജൽ ഞാൻ കണ്ണിൽ ഇട്ടിട്ടുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, ഇറിറ്റേഷൻ ഒന്നുമില്ല, നല്ല പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. ഓക്കെ, ഇനി നമ്മളുടെ നെയിൽ പോളിഷിൽ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് നമുക്ക് വരുന്നത് ഗോൾഡൻ ഗ്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ നമുക്ക് വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡാണ്, ഒരു മെറ്റാലിക് ഷെയ്ഡിലാണ്. നമുക്ക് ഗോൾഡൻ റഷ് എന്നാണ് ഷെയ്ഡിന്റെ പേര്. ഇതില് റെസീലിയൻ സ്ട്രെങ്ത് ആൻഡ് ഹൈ ഷൈൻ. ഇതില് ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ നെയിൽ പോളിഷ് ഇടുന്നത് നമ്മളുടെ നെഗത്തില് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മളുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ സിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ ആരോഗ്യമുള്ള നഖം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ നഖത്തിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിൽ സിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി അതും നമ്മളുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ നമ്മളുടെ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ എന്തായാലും ഇതിൽ നല്ലൊരു ഫ്ലോലെസ് ആയിട്ട് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നെയിൽ പോളിഷ് ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഹൈ ഷൈൻ ഫിനിഷ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കോട്ടിൽ തന്നെ നമുക്ക് കറക്റ്റ് കളറും അതുപോലെ തന്നെ ഫിനിഷും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. ക്യുക്ക് ഡ്രൈ ഫോർമുലയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അത് എല്ലാ നെയിൽ പോളിഷിനും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ലിപ്സ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിൽ നമുക്ക് ഹൈഡ്രേറ്റിംഗ് കംഫോർട്ടും സ്മൂത്ത് വെയറും ആണ്. 100% എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും, ആ കാര്യം വളരെ കറക്റ്റ് ആണ്. ബിക്കോസ് ഒരു ലിപ്സ്റ്റിക് ഇട്ടു എന്നുള്ള ഒരു ഫീല് ലിപ്പിനില്ല. നമ്മൾ സാധാരണ ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ലിപ്പ് ഉണ്ടായിരിക്കുക? നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കില്ലേ? അതേപോലെ തന്നെയാണ് നമ്മളുടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ടാണ് ലിപ്പ് ഇരിക്കുന്നത്. സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഷിയ ബട്ടർ, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളുടെ ലിപ്സിന് കൂടുതൽ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ലിപ്സിന് ഒരു കണ്ടീഷനിങ് നൽകാനായിട്ടും സഹായിക്കുന്നുണ്ട്.
നമ്മളുടെ ചുണ്ട് ഡ്രൈ ആയിട്ട് ചുണ്ട് വിണ്ട് കീറാതെ നമ്മളുടെ ലിപ്സിനെ സംരക്ഷിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ആണ് നമ്മളുടെ ലിപ്സ്റ്റിക്കിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സ്കിൻ ഫ്രണ്ട്ലി ആണ്. ഇനി നമ്മളുടെ കമ്പനിയുടെ ഒരു പ്രൈസ് പൊസിഷനിങ് ആണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര റേറ്റ് ആണല്ലോ, ഒരുപാട് കോസ്റ്റ്ലി ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഇത് അഫോർഡബിൾ എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അഫോർഡബിളിനേക്കാൾ താഴെ നമുക്ക് പറയാൻ പറ്റും. അത്രയും എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇത്രയും ക്വാളിറ്റിയിൽ ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എന്താ പറയാ നല്ല കാര്യമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ബിക്കോസ് ഈ ഒരു ക്വാളിറ്റിയിലും ഇത്രയും കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് വീഗൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് ശരിക്കും ഈടാക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറവാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം ബ്രാൻഡിങ് ആണ് നമ്മളുടെ കമ്പനി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പൈനിങ് ക്വാളിറ്റി കമ്പൈൻ ചെയ്തുകൊണ്ട് നല്ല സ്റ്റൈലില് പ്രത്യേകം എടുത്ത് പറയണം, നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും എന്താ പറയാ പാക്കേജിങ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. ഓരോ പ്രൊഡക്റ്റും വളരെ മനോഹരമായിട്ടാണ് അതിന്റെ പാക്കേജിങ് വന്നിട്ടുള്ളത്. അത് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം. നമുക്ക് ഒരു ഒനിയൻ ഷെയ്ഡ് പ്ലസ് ബ്ലാക്ക്, ഒരു ഒനിയൻ കളറും കറുപ്പ് നിറമാണ് നമ്മുടെ കമ്പനി എടുത്തിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. എനിക്ക് ഇതിന് കോമൺ ആയിട്ട് ഇതിനോട് സാമ്യത ഉള്ള വേറൊരു ബ്രാൻഡ് മാർക്കറ്റിൽ പറയാനായിട്ടുള്ളത് പ്രശസ്ത നടിയായിട്ടുള്ള ഹിന്ദി നടിയായിട്ടുള്ള കത്രീന കൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയുണ്ട്. അവരുടെ ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് ഉണ്ട് കെ ബ്യൂട്ടി. അതിനോട് ഒരുപാട് സാമ്യത തോന്നുന്നുണ്ട് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയാ പാക്കേജിങ്ങിനൊക്കെ. അപ്പൊ എന്തായാലും ആ ഒരു കളർ ഷെയ്ഡും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ കാണാനും പാക്കേജിങ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നല്ലൊരു പ്രീമിയം ബ്രാൻഡിന്റെ ലുക്ക് തരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് പുറത്തുള്ള ലുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്മെറ്റിക് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലും നമുക്കൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസും വളരെ നല്ല പെർഫോമൻസ് ആണ്. ഇനി ഡിസൈൻ നമുക്കൊരു പ്രീമിയം ഫീല് നൽകാനായിട്ട് നമുക്ക് ഇന്ന് കോമ്പറ്റീവ് പ്രൈസിൽ തന്നെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന മറ്റു പ്രൊഡക്റ്റിന്റെ വിലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവ് വിലയ്ക്ക് നമുക്ക് നല്ലൊരു പ്രീമിയം പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ട്, ഹൈ ക്വാളിറ്റി കിട്ടുന്നുണ്ട്, നല്ലൊരു ബ്രാൻഡ് പൊസിഷനിങ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഇതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഗൽ ഫോർമുലേഷൻ ആണ് ഇതില്, ക്രുവാലിറ്റി ഫ്രീ ആണെന്ന് പറയാം. ക്രുവാലിറ്റി ഫ്രീ ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. കോൺഷ്യസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും വീഗൻ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള ശപഥം എടുത്തിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് വീഗൻ പ്രൊഡക്ട്സ് ആണോ എന്ന് ചോദിക്കും. ചില ആളുകൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ വീഗൻ ആണോ എന്ന് ചോദിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും വീഗൻ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ എവറി ഡേ സാധാ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു പാർട്ടി വരുമ്പോൾ, ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഒക്കേഷൻ വരുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. പിന്നെ അടിപൊളി ഷെയ്ഡാണ്, നല്ല ഷെയ്ഡ് വേരിയേഷൻസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക് വന്നപ്പോ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഈ ഒരു ബ്രാൻഡ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കൊണ്ടുവന്നപ്പോ. ഞാൻ അത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടുള്ള പരിപാടിക്കെല്ലാം ഞാൻ ഈ ഒരു കമ്പനിയിലെ 2 ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ഷെയ്ഡ്സ് ാണ് ഞാൻ മാറി മാറി ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഇൻഷാല്ല എല്ലാവരും വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ പാക്കേജിങ് വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്കൊരു മോഡേൺ ബ്രാൻഡ് അപ്പീല്, പുതിയ രീതിയിലുള്ള ഒരു ബ്രാൻഡ് അപ്പീലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അവയർനെസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്താ വെച്ചാല് സാധാരണ മറ്റ് കമ്പനികൾ പലപ്പോഴും വീഗനിസം ഒന്നും ശ്രദ്ധിക്കാതെ, ക്രുവാലിറ്റി ഫ്രീ ഒന്നും ശ്രദ്ധിക്കാതെ
മാർക്കറ്റിന്റെ വാല്യൂ മാത്രം നോക്കിയിട്ട്, സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ഥാനത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളുടെ സമൂഹത്തിനും കൂടെ ദോഷം ചെയ്യാതെ, നമ്മളുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലാണ് നമ്മളുടെ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് 2032 ആവുമ്പോഴത്തേക്കും ഒരുപാട് ഈ ഒരു കോസ്മെറ്റിക് ഫീൽഡിൽ വരുന്ന വേരിയേഷൻ ആണ്, എത്രത്തോളം വളർച്ച വരും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 14,000 കോടിയിലാണ് 2024 നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 2032 ആവുമ്പോഴത്തേക്കും അത് 26,000 കോടി കടക്കുമെന്നാണ് പറയുന്നത്. അത്രയും മേക്കപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡും ഇൻഗ്രീഡിയന്റ് ബ്രീഫിംഗും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീഗൻ, ഞാൻ പറഞ്ഞു, 100% ഫ്രീ ഫ്രം ആനിമൽസ്, എന്നുവെച്ചാൽ ആനിമൽസ്, മൃഗങ്ങളെ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഡ്രൈസ് ലൈക്ക് ബീ വാക്സോ അല്ലെങ്കിൽ കെരാമിൻ, ലെനോലിൻ എന്ന് പറയുന്നതൊക്കെ മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ചില വാക്സുകളും കാര്യങ്ങളും, അത് പല ലിപ്സ്റ്റിക്കുകളിൽ ഉപയോഗിക്കുന്നതുമാണ്. പക്ഷെ നമ്മളുടെ കമ്പനിയിൽ അങ്ങനെയുള്ള ആനിമൽ പ്രൊഡക്റ്റുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ക്രൂവാലിറ്റി ഫ്രീ ആണ്. മൃഗങ്ങളുടെ മുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ആണ്, ഓൺലി നോൺ ടോക്സിക്, ശരീരത്തിന് ടോക്സിൻ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്കിൻ സേഫ് കോമ്പണൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കോമ്പണൻസ് ആണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും കണ്ണിനും അനുയോജിക്കുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കളറിന്റെ പിഗ്മെന്റ് പോലും ഓർഗാനിക് ആയിട്ടുള്ള കളർ പിഗ്മെന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹാർഷ് ആയിട്ടുള്ള സിന്തറ്റിക് കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഹാർഷ് കെമിക്കൽസോ കളേഴ്സോ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ബാച്ചുകളും എന്താ പറയാ, അതിന്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും കളറും തന്നെ ഇന്ന് മനുഷ്യ കരങ്ങൾ സ്പർശിക്കാത്ത രീതിയിൽ 100% എന്താ പറയാ, നമുക്ക് മെക്കനൈസ്ഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളും വരുന്നത്. എന്താ കാര്യം വെച്ചാല് നമ്മൾ കോസ്മെറ്റിക് പ്രൊഡക്ട്സിന് അത്രയും എന്താ പറയാ സൂക്ഷ്മമായിട്ടുള്ള പ്രൊഡക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളുടെ കമ്പനി അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കീ മാനുഫാക്ചറിങ് ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് GMP സർട്ടിഫൈഡ്, നമ്മളുടെ പല പ്രൊഡക്റ്റുകളും GMP സർട്ടിഫൈഡ് ആണ്. ഓക്കെ, അത് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ എൻവിയോൺമെന്റ്, ദ എൻറ്റയർ പ്രൊഡക്ഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്റ്റെറൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്താ പറയാ ശുദ്ധീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുമ്പ് അത്രയും ശുദ്ധിയാക്കിക്കൊണ്ടാണ് ഓരോ പ്രൊഡക്ഷനും നടക്കുന്നുണ്ടായിരിക്കുക. ക്ലിനിക്കൽ എൻവിയോൺമെന്റ് ടു പ്രിവെന്റ് എനി എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ, പുറത്ത് നിന്ന് ഒരാളുകൾക്ക് പോലും ആ ഒരു പ്രൊഡക്ഷൻ സ്പേസിലേക്ക് എൻട്രി ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും കണ്ടാമിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടാമിനേഷൻ എന്നുള്ള ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക കൊറോണ കാലഘട്ടത്തിലാണ്. ബിക്കോസ് കണ്ടാമിനേഷൻ നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ പുറത്തു നിന്നുള്ള വൈറസുകളും ബാക്ടീരിയാസും ഇങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കണ്ടാമിനേറ്റഡ് ആവരുത്, നമ്മൾ ലിപ്സ്റ്റിക്കുകൾ അല്ലെ ഐലൈനേഴ്സ് ഒന്നും തുറന്നു വെക്കരുത് എന്ന് പലപ്പോഴും പറയും, കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാനാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പലപ്പോഴും ഇങ്ങനെ പ്രൊഡക്റ്റുകൾ നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കും. അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാ. പക്ഷെ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഈസോഫ്രൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് വെച്ച് നമ്മൾ ഇതിനെ മൊത്തം സ്പ്രേ ചെയ്തതിന് ശേഷമാണ്, നമ്മൾ അതിന് സ്റ്റെറൈൽ ആക്കിയതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ബാഗിലേക്ക് വെക്കുള്ളൂ. അത്രയും നമ്മൾ കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ബിക്കോസ് ഓരോ വ്യക്തിയുടെയും ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. അവിടെ അത്രയും നല്ല പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് ക്ലിനിക്കൽ എൻവിയോൺമെന്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നോ ഹ്യൂമൻ ടച്ച് ഫില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ലിപ്സ്റ്റിക്സ് ആർ ഫിൽഡ് വിത്ത് ഫുള്ളി ഓട്ടോമേറ്റഡ് പ്രോസസ് വിത്ത് സീറോ ഹ്യൂമൻ കോണ്ടാക്ട്. ഒരു മനുഷ്യ കോണ്ടാക്റ്റും ഇല്ലാതെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ലിപ്സ്റ്റിക്സ് എല്ലാം ഫിൽ ചെയ്ത് വരുന്നത്
എന്നുള്ളത് ഡെവലപ്മെന്റ് വിങ് നമുക്കുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം നമുക്ക് നമ്മളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബൊട്ടാനിക്കൽ കെയർ, എന്താ പറയാ, ബൊട്ടാനിക്കൽ കെയർ എന്ന് വെച്ചാല് നമ്മളുടെ ചെടികളിൽ നിന്ന് എടുക്കുന്ന, ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ ഇതിലൊക്കെ പറഞ്ഞല്ലോ, റോസ് എക്സ്ട്രാക്ട് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഈ റോസ് എക്സ്ട്രാക്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു കോസ്മെറ്റിക് തരാനായിട്ട് നാളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കീ മാനുഫാക്ചറിങ് ആയിട്ടുള്ളതാണ്, നമുക്ക് ഇന്ത്യയിൽ തന്നെയാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്, ലൈക്ക് മാനുഫാക്ചർ ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് എന്താ പറയാ, ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡിലുള്ള ഹൈജീൻ ആണ് ഇവിടെ, എന്നുവെച്ചാൽ മെഡിസിൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശുദ്ധി, ഹൈജീൻ, വൃത്തി ഇവിടെ എന്താക്കിയിട്ടുണ്ട്, പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ റിക്കവറി നമുക്ക് ഇവിടെ ഉണ്ട്. സീറോ ടച്ച്, ഞാൻ പറഞ്ഞല്ലോ, നോ ഹ്യൂമൺ ആണ്, റോബോട്ടിക് ഇൻ ക്ലിനിക് എൻവയോൺമെന്റ് ആണ്, ഫുള്ളി ഓട്ടോമൈറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ പ്രൊഡക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് റേഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രൊഫഷണൽ ഇന്റൻസിറ്റി വിത്തൗട്ട് ടോക്സിൻ ഹെവി മെറ്റൽസ്, നമുക്ക് ടോക്സിൻ നൽകുന്ന രീതിയിലുള്ള ഹെവി മെറ്റൽസോ കാര്യങ്ങളോ നമ്മളുടെ പ്രൊഡക്ഷനിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ സിൽക്ക് പ്രോട്ടീൻ, റോസ് എക്സ്ട്രാക്ട് പോലെയുള്ള നമ്മളുടെ ശരീരത്തിനും നമ്മളെ ചർമ്മത്തിനെയും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മളെ സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നമുക്ക് നല്ല സോഫ്റ്റ് ലിപ്സും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള നഖങ്ങളൊക്കെ നൽകാനായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടുവരുന്ന എസ്തെറ്റിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എല്ലാവർക്കും എല്ലാത്തിനോടും ഒരു പ്രത്യേകതര ഭംഗിയിൽ കാണാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട്. അത്രയും ഭംഗിയോട് കൂടി, എസ്തെറ്റിസത്തോട് കൂടി തന്നെയാണ് നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കമ്പനിയുടെ. അപ്പൊ എന്തായാലും ഈ ഒരു സ്ലൈഡ് അവസാനിക്കുന്നതോട് കൂടി തന്നെ എനിക്ക് ഞാൻ ഓഫ് ചെയ്യാണ്.